3300ഓളം ലോഗോകൾ ലഭിച്ചതിൽ നിന്ന് ഒരു തമിഴൻ തന്നെ രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് ഇന്ന് ഭാരതമൊട്ടാകെ ലോകമൊട്ടാകെ രൂപയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ രൂപ എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ആ ചിഹ്നം. അത് രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് മാത്രമല്ല, ഈ ഡി ഉദയകുമാർ തമിഴ്നാടിൻ്റെ DMK-യുടെ തന്നെ ഈ പറയുന്ന അതേ DMK-യുടെ ഒരു MLA ആയിരുന്ന എൻ ധർമ്മലിംഗം എന്ന നേതാവിൻ്റെ മകൻ കൂടിയാണ്. അപ്പോൾ തികച്ചും DMK-ക്കും തമിഴ്നാടിനൊട്ടാകെയും അഭിമാനിക്കാവുന്ന ഒരു വലിയ കാര്യമാണ് ഉദയകുമാർ ചെയ്തത്. ഇപ്പോൾ ഉദയകുമാറിൻ്റെ ലോഗോ അന്താരാഷ്ട്ര വിനിമയങ്ങളിലൊക്കെ ഇപ്പോൾ ആ ചിഹ്നം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതങ്ങനെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു ചിഹ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അമേരിക്കയുടെ ഡോളർ പോലെ തന്നെ. അപ്പോൾ ഈ ചിഹ്നത്തെ മാറ്റിക്കൊണ്ട് തമിഴ്നാട്ടിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന് വേറെ ഏതോ ഒരു ചിഹ്നം കൊടുത്ത് അത് തമിഴാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വേറൊരു ചിഹ്നം കൊടുക്കുമ്പോൾ അത് വെറും ഒരു ചിഹ്നം മാറ്റലല്ല, യഥാർത്ഥത്തിൽ അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായി മാറുകയാണ്.